ഇറാൻ ഇസ്രായേൽ യുദ്ധം 20ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ മേഖലയിലെ എണ്ണ സംഭരണ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചാണ് ആക്രമണങ്ങൾ നടക്കുന്നത്. ഖത്തർ, സൗദി അറേബ്യ, കുവൈറ്റ്, UAE എന്നീ രാജ്യങ്ങളിലെ വിവിധ എണ്ണ സംഭരണ കേന്ദ്രങ്ങളും ഓയിൽ ഫീൽഡുകളും ആക്രമിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണ പ്രകൃതിവാതക വിലയിൽ വർധനവാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പശ്ചിമേഷ്യയിലെ സംഘർഷം 20ാം ദിവസത്തേക്ക് കടക്കുമ്പോൾ മേഖലയിലെ ഊർജ്ജ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടുള്ള ആക്രമണം വർദ്ധിക്കുന്നതായാണ് കാണുന്നത്. ഇറാന്റെ സൗത്ത് പാഴ്സ് ഗ്യാസ് ഫീൽഡിന് നേരെയുള്ള ഇസ്രായേൽ ആക്രമണത്തിന് പിന്നാലെയാണ് എണ്ണ സംഭരണികളും എണ്ണപ്പാടങ്ങളും ലക്ഷ്യമാക്കിയുള്ള ആക്രമണം ശക്തമായത്. UAEയിലെ ഹബ്ഷാൻ ഗ്യാസ് പ്ലാന്റും ബാബ് ഫീൽഡും ലക്ഷ്യമിട്ടുള്ള ഇറാനിയൻ ആക്രമണ ശ്രമത്തെ UAE വിദേശകാര്യ മന്ത്രാലയം ശക്തമായി അപലപിച്ചു. ഈ ആക്രമണങ്ങൾ സ്ഥിതിഗതികൾ വഷളാക്കുമെന്നും അന്താരാഷ്ട്ര നിയമത്തിന്റെ ലംഘനവുമാണെന്ന് മന്ത്രാലയം ചൂണ്ടിക്കാട്ടി. ഇറാൻ ആക്രമണ ശ്രമത്തെ തുടർന്ന് ഖത്തറിലെ റാസ് ലഫാൻ ഇൻഡസ്ട്രിയൽ ഏരിയയിൽ തീപിടുത്തമുണ്ടായതിനു പുറമെ LNG പ്ലാന്റുകൾക്ക് വ്യാപക നാശനഷ്ടമുണ്ടായെന്ന് ഖത്തർ ഊർജ്ജ അതോറിറ്റി അറിയിച്ചു. തീപിടുത്തം നിയന്ത്രണ വിധേയമാണെന്നും കൂളിംഗ് നടപടികൾ പുരോഗമിക്കുന്നുവെന്നും അതോറിറ്റി വ്യക്തമാക്കി. റിയാദിൽ ഡ്രോൺ അവശിഷ്ടങ്ങൾ പതിച്ചതിനെ തുടർന്ന് 4 ഏഷ്യൻ വംശജർക്ക് പരിക്കേറ്റു. തെക്കൻ റിയാദിലെ റിഫൈനറിയിലും യാംബുവിലെ സംറഫ് റിഫൈനറിയിലും ആക്രമണ ശ്രമത്തെ തുടർന്ന് തീപിടുത്തമുണ്ടായി. ഇറാനിൽ നിന്നുള്ള തുടർച്ചയായ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾക്ക് മറുപടിയായി സൈനിക നടപടിക്കുള്ള സാധ്യത തള്ളിക്കളയുന്നില്ലെന്ന് സൗദി വിദേശകാര്യമന്ത്രി പ്രിൻസ് ഫൈസൽ ബിൻ ഫർഹാൻ പറഞ്ഞു. റിയാദിൽ മേഖലയിലെ വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിന് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ ആക്രമണങ്ങളിലൂടെ ഇറാൻ അയൽക്കാരെ സമ്മർദ്ദത്തിലാക്കാൻ ശ്രമിക്കുകയാണ് എന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം വിദേശ നിക്ഷേപവും മൂലധനവും കൈകാര്യം ചെയ്യുന്നതിനോ മാറ്റുന്നതിനോ ഒരു തരത്തിലുമുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടില്ലെന്ന് UAE സാമ്പത്തിക കാര്യവകുപ്പ് അറിയിച്ചു. ഇത്തരത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ വ്യാജമാണെന്നും മന്ത്രാലയം വ്യക്തമാക്കി. ഇത് സംബന്ധിച്ച നിയമപ്രകാരമുള്ള എല്ലാ നടപടികളും സാധ്യമാണെന്നും മന്ത്രാലയം വിശദീകരിച്ചു. അമൃത ന്യൂസ്, മിഡിൽ ഈസ്റ്റ്.